പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ അടിയും തിരിച്ചടിയും തുടരുകയാണ്. രണ്ട് ഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇറാൻ അമേരിക്കയുടെ കേന്ദ്രം തന്നെ ഇറാഖിൽ അവർ നിർമ്മിച്ചിരിക്കുന്ന സൈനിക കേന്ദ്രം തന്നെ ആക്രമിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ ആദ്യ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ഇറാനല്ലേ? ഇറാൻ വളരെ സൂക്ഷിച്ചാണ് നീങ്ങേണ്ടിയിരിക്കുന്നത്. കാരണം ഇറാൻ ഇസ്രയേലിനെ മാത്രം ഫേസ് ചെയ്തില്ലെങ്കിൽ ഇറാന് വരാൻ പോകുന്ന നഷ്ടം കനത്തതായിരിക്കും. കാരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ലിബിയ, സിറിയ, ഹൂത്തികൾ, ഹമാസ് എല്ലാം തന്നെ തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ മറ്റ് രാഷ്ട്രങ്ങൾ, അറബി രാഷ്ട്രങ്ങളൊന്നും തന്നെ ഇവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും സാധ്യതയില്ല. അപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ നിൽക്കുന്നത്. പക്ഷേ ഇറാൻ്റെ കരുത്തുണ്ട്. ഇറാൻ ഏകദേശം 10,000 അടുപ്പിച്ച് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. 8,000 മേൽ എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇത്രയും ബാലിസ്റ്റിക് മിസൈലുകൾ ഇരിക്കുകയും ഇത് അവർ വിജയകരമായി ഇസ്രായേലിന് മേൽ ഇപ്പോൾ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ 3യും അയൺ ഡോമും എല്ലാം തകർത്തുകൊണ്ട് ചില മിസൈലുകൾ ടെൽ അവീവിൽ പതിച്ചിരിക്കുന്നു. അതുപോലെ അവരുടെ ഷിപ്പിംഗ് നഗരമായ ഹൈഫയിലും ഇത് പതിച്ചിരിക്കുകയാണ്. ഹൈഫ എന്ന് പറയുന്നത് ഷിപ്പിംഗ് നഗരം മാത്രമല്ല, അവരുടെ നാവിക കേന്ദ്രമാണ്. അവരുടെ ആയുധ ശേഖരണങ്ങൾ പലതും ഉള്ള സ്ഥലമാണ്. വലിയ നഗരമാണ്. കൊമേഴ്ഷ്യൽ സിറ്റി കൂടിയാണ്. അപ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില നീക്കങ്ങളും ഇസ്രായേൽ നടത്തിയിരിക്കുന്നു, ഇറാൻ നടത്തിയിരിക്കുന്നു. അതിന് പകരമായിട്ട് ഇസ്രായേൽ വൻ തിരിച്ചടി നടത്തി ഇന്നലെ തന്നെ. ആ തിരിച്ചടികൾ ശരിക്കും പറഞ്ഞാൽ ഇറാൻ നിന്ന് കത്തുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. പല എണ്ണപ്പാടങ്ങളും. ഇസ്രായേൽ ഇതെല്ലാം പ്രതീക്ഷിച്ചാണോ ഈ ഒരു തിരിച്ചടി കൊടുക്കുന്നത്? കാരണം ഇറാന്റെ ഭാഗത്ത് നിന്നും ഒരു വലിയ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുമോ ഇവരുടെ നീക്കം? ഇതൊരു വലിയ യുദ്ധമായി മാറിയാൽ മാത്രമേ ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ കിട്ടൂ എന്നുള്ളത് അവർക്ക് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ യുദ്ധമാക്കി മാറ്റുക തന്നെ വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കണം ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഇറാനിലെ എണ്ണപ്പാടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ടെഹ്റാനിലെ ആക്രമണം ശരിക്കും പറഞ്ഞാൽ ജനവാസ കേന്ദ്രങ്ങളിൽ കൂടെയാണ്. അപ്പോൾ അവിടെയും ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രതിരോധ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നു. മറ്റൊന്ന്, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ റഡാറിൽ അയത്തുള്ള ഖുമൈനിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റീച്ചിൽ തന്നെ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം എന്നുള്ളൊരു ഭീഷണി കൂടി ഇന്ന് മുഴക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ശക്തമായ ഒരു താക്കീതാണ്. അപ്പോൾ എന്തും വരട്ടെ, രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ഇറാനാണെങ്കിൽ ഇറാൻ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്, തങ്ങളുടെ ഇസ്ലാമിക ഭരണകൂടത്തെ താഴെ ഇറക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. അതിന് ഇസ്രായേൽ മുമ്പിൽ നിൽക്കുന്നു, അമേരിക്ക പിന്നിൽ നിൽക്കുന്നു എന്നൊരു തോന്നൽ അവർക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വളരെ ശക്തമായി തിരിച്ചടിക്കാനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭീഷണി കൂടെ ഇന്ന് മുടക്കിയിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്ക് കൂടി ഞങ്ങൾ അടയ്ക്കും. അതടച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ചില്ലറയൊന്നുമല്ല. ലോകത്ത് എണ്ണവില കുതിച്ചു കയറും. കാരണം ശരിക്കും പറഞ്ഞാൽ ലോകത്തിനെ രണ്ടായി തിരിക്കുന്ന പോലെ ആയി പോകും ആ കടലിടുക്കില്ലെങ്കിൽ. പിന്നെ നമ്മുടെ ചരക്ക് ഗതാഗതം ബുദ്ധിമുട്ടാകും. 20 മുതൽ 25% വരെ ഓയിൽ ട്രേഡ് അതുവഴിയാണ് നടക്കുന്നത്. അതുപോലെ ഇന്ത്യയിലേക്ക്, അറേബ്യൻ സീയിലേക്ക് വരേണ്ട ഷിപ്പുകൾ മുഴുവൻ അവിടെ നിശ്ചലമാകും. അപ്പോൾ ലോകത്ത് വിലക്കയറ്റം, ലോകത്ത് ക്ഷാമം, കൃത്രിമ ക്ഷാമമാണ്. ശരിക്കും സാധനങ്ങളുണ്ട്, പക്ഷേ അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വരുന്നത് ബിസിനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക, മാന്ദ്യമുണ്ടാകുക, മാർക്കറ്റ് ഇടിയുക, ഇങ്ങനെ വിപണി മൊത്തത്തിൽ ഇടിയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് പല രാഷ്ട്രങ്ങളെ അഭിമുഖീകരിക്കും. അതൊക്കെ തന്നെ രണ്ടും കെട്ട കളിയായി മാറുകയും ചെയ്യും. കാരണം ഇതെല്ലാം ഇറാനെ ചിലപ്പോൾ പല രാഷ്ട്രങ്ങൾക്കും ശത്രുവാക്കാനും ഇടയുണ്ട്. ഈ ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രമുഖ നേതാക്കൾ മുഴുവനെയും തീർക്കാൻ ഇസ്രായേൽ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സൈനികമായപ്പോൾ എല്ലാവരെയും തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇത്രയും ധൈര്യം എവിടെ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത്? ഇറാൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അവരുടെ ജന്മസിദ്ധമായ ധൈര്യമാണ്. അതായത് അവർ 1979 മുല്ലപ്പൂ വിപ്ലവം കഴിഞ്ഞ് ഷാ സർക്കാരിനെ പുറത്താക്കി അവരധികാരത്തിൽ വന്ന് ഒരു വർഷത്തിനകമാണ് ഇവരെ തവിട് പൊടിയാക്കാമെന്ന് വെച്ച് സദാം ഹുസൈൻ, ഇറാഖിൻ്റെ സദാം ഹുസൈൻ അന്ന് ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇവർ വെറും നിസ്സാരന്മാരാണ്, ഇപ്പോൾ ഒന്ന് കയറിയതല്ലേ ഉള്ളൂ, സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പേ തട്ടിക്കളയാം,
എന്നിട്ട് ആ എണ്ണപ്പാടം, ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടമുള്ള സ്ഥലമാണ് ഇറാൻ. അപ്പോൾ ആ എണ്ണപ്പാടങ്ങൾ അടക്കം നമുക്ക് പിടിച്ചടക്കിയാൽ ലോകധനികനാവാം എന്ന് വിചാരിച്ച് സദാം ഹുസൈനെ പോലൊരു വൻ ശക്തി നടത്തിയ ഉഗ്രൻ പ്രകടനമായിരുന്നു 1980 നടത്തിയത്. പക്ഷേ അതിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് 8 വർഷം നീണ്ട സമരം നടത്താൻ, യുദ്ധം നടത്താൻ ഇറാന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇറാൻ ചില്ലറക്കാരനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരുടെ പോരാട്ട വീര്യം അത്ര ഭയങ്കരമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, അവിടെ അയൽ രാജ്യങ്ങൾ തമ്മിലായതുകൊണ്ട് അതിർത്തിയിൽ നിന്നുള്ള അടി, ആ അതിർത്തി കടന്നുള്ള അടി ഒക്കെ എളുപ്പമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. ഇത് 1800 കിലോമീറ്ററിനപ്പുറം, 2 രാജ്യങ്ങൾക്ക് അപ്പുറം ഒക്കെ നിന്നുള്ള ഒരു യുദ്ധമാണ്. ആ യുദ്ധം അത്ര എളുപ്പം നമുക്ക് സായുധ സേനയോ ടാങ്കറുകളെയോ ഒന്നും വെച്ച് നടത്താനൊക്കില്ല. കാരണം ആർമി വലുത് ഇറാൻ്റേതാണ്. 6,75,000 പേരുടെ ആർമിയുണ്ട്. ഇസ്രായേലിനാണെങ്കിൽ 1,75,000 പേരുടെ ആർമിയേ ഉള്ളൂ. അതുപോലെ തന്നെ റിസർവും അതുപോലെ തന്നെയാണ്. 4 ലക്ഷം കണ്ടുള്ളപ്പോൾ അവർക്ക് 10 ലക്ഷത്തിനടുപ്പിച്ച് റിസർവ് ഉണ്ട്. ടാങ്കുകളുടെ എണ്ണം കൂടുതലാണ്. മറ്റ് പല ഈ കരയുദ്ധത്തിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ കൂടുതലാണ്. പക്ഷേ ആധുനിക ഉപകരണങ്ങൾ, ആധുനിക യുദ്ധ സജ്ജമായ ക്രമീകരണങ്ങൾ എല്ലാം ഇസ്രായേലിനാണ് കൂടുതൽ. അപ്പോൾ ഇവരുടേത് ഒരു പഴഞ്ചനാണെന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഹമാസ്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹമാസും ഇസ്രായേലും തമ്മിൽ നടന്ന യുദ്ധം പോലെ അല്ല ഈ യുദ്ധം എന്ന് പറയുന്നത്. 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധമാണ്. പക്ഷേ എങ്കിൽ പോലും ഇസ്രായേലിന് ഇറാനെ അടിക്കാൻ കഴിയുന്നത് അവരുടെ പല ആയുധങ്ങളും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മിസൈലുകൾ ഒഴിച്ച്, ബാലിസ്റ്റിക് മിസൈലുകൾ. പിന്നെ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാഖിലെ ചില സൈനിക കേന്ദ്രങ്ങൾ, US-ന്റെ സൈനിക കേന്ദ്രം ഇറാൻ ആക്രമിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം സത്യസന്ധമാണെന്ന് അറിയില്ല. ഈ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടില്ല. ഇറാൻ അങ്ങനെ ഒരു ബുദ്ധിമോശം ഇപ്പോൾ കാണിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇറാന് വലിയ പകയുണ്ട്. കാരണം 6 റൗണ്ട് ടേബിൾ മീറ്റിംഗ്, 6 എണ്ണം കഴിഞ്ഞിരിക്കുകയാണ്. 5 റൗണ്ട് ടേബിൾ മീറ്റിംഗ് കഴിഞ്ഞ് 6ാമത്തേത് ഇന്ന് ഞായറാഴ്ച നടക്കാനിരുന്നതാണ്. അതെല്ലാം US പുകമറ സൃഷ്ടിച്ച് തങ്ങളുടെ ശ്രദ്ധ തിരിച്ചതാണോ, ഈ യുദ്ധത്തിന് ഇസ്രായേലിന് കളമൊരുക്കിക്കൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചതാണോ എന്ന് അവർക്ക് സംശയമുണ്ട്. ഒരു വൻ ചതി, ചെറിയ ചതിയല്ല. കാരണം നമ്മളെ സൗഹൃദം പോലെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഒരു ടേബിളിന് ഇരുവശവും ഇരുന്ന് 6 റൗണ്ടിനടുപ്പിച്ച് ചർച്ചയാകുകയും ചെയ്തു കഴിയുമ്പം പെട്ടെന്നൊരു വെടി, പെട്ടെന്നൊരു ബോംബ് വർഷം, പെട്ടെന്ന് അവരുടെ നേതാക്കളെ ആക്രമിക്കുന്നു, സൈനിക തലവരെ ആക്രമിക്കുന്നു, ശാസ്ത്രജ്ഞരെ ആക്രമിക്കുന്നു, പിന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഉപദേശകനെ, അതായത് അയത്തുള്ള ഹൊമയുടെ തന്നെ ഉപദേശകനെ തട്ടുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള ഇൻ്റലിജൻസ് സപ്പോർട്ടോടു കൂടി അവർ ചെയ്തതാണ്. ഇപ്പോൾ ഇറാൻ ഭയക്കുന്നത് ഇറാൻ ആർമിയിലും ഇസ്രായേലിൻ്റെ ചാരന്മാരുണ്ടോ എന്നവർ സംശയിക്കുകയാണ്. മൊസാദിൻ്റെ കാൽപ്പാടുകൾ തങ്ങളുടെ പട്ടാളത്തിൻ്റെ ബൂട്ടിനിടയിലും ഉണ്ടോ എന്നാണ് അവർ തിരയുന്നത്. അത്രയ്ക്ക് നുഴഞ്ഞു കയറ്റം നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്നു ഇറാനിൽ. ഇതൊരു വലിയ പ്രശ്നമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരുടെ ഓരോരോ വ്യക്തികൾ എവിടെ ഇരിക്കുന്നു, ഓരോരോ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഭൂപടവും അതിൻ്റെ യഥാർത്ഥ ബ്ലൂ പ്രിൻറ്റും കയ്യിലുണ്ട്. അത് വെച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രിസൈസ് അറ്റാക്കുകൾ നടത്താൻ ഇസ്രായേലിന് കഴിയും എന്നുള്ളതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.